പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദയും വിനായകനും തമ്മിലുള്ള ആ രഹസ്യം എന്താണെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ചൂഴ്ന്നെടുക്കാൻ വേണ്ടി നന്ദിനി വേദയെ നല്ലതുപോലെ ഒന്ന് സോപ്പിടുന്നുണ്ട്. അതിനായി തന്നെ ഒരു കടുങ്കാപ്പിയൊക്കെ ഇട്ടുകൊടുത്ത് നല്ല സ്നേഹപ്രകടനം നടത്തുകയാണ് നന്ദിനി. പക്ഷേ നന്ദിനിയുടെ മനസ്സിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട് എന്ന് വേദക്ക് അന്നേരം തന്നെ മണക്കും. എന്നിട്ട് ഡ്രസ്സ് മാറാനായിട്ട് മുറിയിലേക്ക് പോകുമ്പോൾ നന്ദിനി പതുക്കെ വേദയുടെ പിന്നാലെ തന്നെ കൂടുന്നുണ്ട്. അന്നേരം വേദ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട്, എന്താ നന്ദിനിയുടെ ഈ കാര്യം? അന്നേരം നന്ദിനി പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയൂ വേദ. അപ്പോൾ വേദ പറയുന്നുണ്ട്, എനിക്കറിയാമായിരുന്നു ഈ കടും കാപ്പിയൊക്കെ ചുമ്മാതല്ല എന്ന്. എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി തന്നെയായിരിക്കും നന്ദിനിയുടെ ഇത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. എന്താണെങ്കിലും കാര്യം പറ. അന്നേരം നന്ദിനി ചോദിക്കുന്നുണ്ട്, എനിക്കറിയേണ്ടത് വിനയേട്ടനെ കുറിച്ച് നീ എന്തൊക്കെയാണ് അറിഞ്ഞു വെച്ചിരിക്കുന്നത് എന്നാണ്. എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് വിനയേട്ടനെ നീ പേടിപ്പിടിച്ച് നിർത്തിയിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതെന്താണെന്ന് എനിക്കറിയണം വേദ. ഇത് കേട്ടപ്പോൾ തന്നെ വേദക്ക് കാര്യം വ്യക്തമായി. നന്ദിനിയുടെ യഥാർത്ഥ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. ഇതിനു വേണ്ടിയായിരുന്നല്ലോ ഈ സോപ്പിടലും കൂടെ നടക്കലുമൊക്കെ. വേദ പച്ചക്കങ്ങ് പറയണേ. അതെ, അത് പറയാൻ തൽക്കാലം എനിക്ക് ഉദ്ദേശമില്ല നന്ദിനിയെടുത്തി. നിങ്ങൾക്കങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഭർത്താവിനോട് തന്നെ ചോദിച്ചാൽ മതി. പിന്നെ ഇപ്പം തന്നെ സമയം ഒരുപാടായി, പോയി കുളിച്ച് അമ്പലത്തിലേക്ക് പോവാൻ നോക്ക്. വിക്രം ഇപ്പം തന്നെ വരുമെന്നൊക്കെ പറഞ്ഞ് ഒന്ന് മാറിയെന്നും പറഞ്ഞുകൊണ്ട് തന്നെ വേദ അവിടെ നിന്നും പോവാൻ നോക്കുകയാണ്. അന്നേരം നന്ദിനി ഇത് കേട്ട് ദേഷ്യത്തോടെ വേദ ഇങ്ങനെ തുറപ്പിച്ചു നോക്കിയിട്ട് പറയും, നീ ഒന്ന് നോക്കിക്കോ, ഞാൻ ഈ സത്യം എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും. അത്രയും പറഞ്ഞ് കട്ടക്കലിപ്പിൽ അവിടെ നിന്നും പോവാട്ടെ നന്ദിനി. വേദക്ക് ഇതെല്ലാം കണ്ടിട്ട് ചിരി അടക്കാനായില്ല. ഇതേ സമയത്ത് തന്നെ വരുണിൻ്റെയും ദീപ്തിയുടെയും പ്രണയത്തെക്കുറിച്ച് വാസവനോട് പറയാൻ വരുണിൻ്റെ അമ്മ തീരുമാനിച്ചു. വാസവൻ ആ സമയം ഡോറ് നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഭാര്യ ആ ഒരു കാര്യം പറയാൻ വരുന്നത്. അരുണും ആ വിക്രമിൻ്റെ ഭാര്യയുടെ അനിയത്തിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് കേട്ടു. ഇത് കേട്ട ഉടനെ തന്നെ വാസവൻ പണി നിർത്തി ഭാര്യയൊന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, നിന്നോട് ആരാ ഇത് പറഞ്ഞത്? ഇതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും. പക്ഷേ ഭാര്യ വിട്ടുകൊടുത്തില്ല. അങ്ങനെയല്ല, വേദ ഇവിടെ വന്നിരുന്നു. വരുണിനോട് ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ അവൾ പറഞ്ഞു. പക്ഷേ അവൻ പറഞ്ഞത് ആ കുട്ടിയെ മറക്കാൻ പറ്റില്ലെന്നും എല്ലാവരുടെയും സമ്മതത്തോടെ തന്നെ തന്നെ കല്യാണം കഴിക്കുമെന്നാണ്. ഇത് കേട്ടപ്പോൾ വാസവൻ ഭാര്യയെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. അപ്പോൾ ഭാര്യ പറയുന്നുണ്ട്, ആ കുട്ടിയുമായിട്ടുള്ള ജീവിതം നമ്മുടെ മോനെ നന്നാക്കുമെങ്കിൽ അതങ്ങ് സമ്മതിച്ചൂടെ? അന്നേരം വാസവൻ അങ്ങ് ദേഷ്യം വരും. വാസവൻ ചോദിക്കുന്നുണ്ട്, എടി നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? നമ്മുടെ മോനെ പോലെ ഒരാളെ ആ ജഡ്ജിയുടെ മകൾ സ്നേഹിക്കുന്നത് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ അവർ നമ്മുടെ മോനെ അംഗീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ ജഡ്ജി ശങ്കരനാരായണൻ ഇതിന് സമ്മതിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? അന്നേരം തന്നെ ഭാര്യ പറയുന്നുണ്ട്, ഒന്ന് സംസാരിച്ചു നോക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ. ആ കുട്ടിക്ക് നമ്മുടെ വരുൺ എന്ന് വെച്ച ജീവനാണ്. തിരിച്ചും അങ്ങനെ തന്നെ. ഇങ്ങനൊരു കുട്ടിയെ ഇനി നമ്മുടെ മോന് കിട്ടുമോ? നിങ്ങളുടെ മനസ്സിലുള്ള പഴയ ശത്രുതയൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമ്മുടെ മോനെക്കുറിച്ചൊന്ന് ചിന്തിക്ക്. ഇത് കേട്ടതോടുകൂടി തന്നെ വാസവൻ പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ഭാര്യയാണെങ്കിൽ അതും ചിന്തിച്ചുകൊണ്ട് തന്നെ സോഫയിലിരുന്നു. പിന്നെ ഭാര്യ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ആലോചിക്കുകയായിരുന്നു വാസവൻ. ഭാര്യ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ തീരുമാനം? എന്തായി? അന്നേരം വാസവൻ പറയുന്നുണ്ട്, ഏതായാലും നീ പറഞ്ഞതിനെ പറ്റിയിട്ട് ഞാൻ ചിന്തിച്ചു. ശരി, എന്തായാലും നമ്മുടെ മകന് വേണ്ടിയിട്ടല്ലേ, ഞാൻ സമ്മതിച്ചു. ഏതായാലും അവനോടൊന്ന് സംസാരിച്ചു നോക്കാമല്ലോ. അത് കേട്ടപ്പോൾ തന്നെ ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് വേദയും വിക്രമും കൂടി അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിച്ചിറങ്ങുകയാണ്. അവിടെ ഇരുന്ന് ഒരുപാട് നേരം സംസാരിക്കുന്ന സമയത്ത് തന്നെ വിക്രം ദീപ്തിയെക്കുറിച്ചും വരുണിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. വിക്രം വേദയോട് പറയുന്നുണ്ട്, നീ എൻ്റെ അച്ഛനോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കണം. പിന്നീട് അച്ഛൻ പുറത്തുനിന്ന് ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ എന്നോട് ചോദിക്കില്ലേ? അന്നേരം വേദ പറയുന്നുണ്ട്, നാളെ ഓഫീസിൽ പോയിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. അച്ഛനോടെല്ലാം തന്നെ തുറന്നു പറയണം. അവരങ്ങനെ രണ്ടുപേരും മനസ്സ് തുറന്ന് അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ പരസ്പരം നോക്കി ഒരുപാടധികം സംസാരിക്കുകയും ഒത്തിരിയധികം ചിരിച്ച് സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം അവർ നേരെ വീട്ടിലേക്ക് മടങ്ങി. ആ സമയം വാസവൻ ശങ്കരനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. എന്താ കാര്യമെന്ന് ശങ്കരനാരായണൻ ചോദിക്കുമ്പോൾ വാസവൻ പറയുന്നുണ്ട്, നിങ്ങളുടെ മകളും എൻ്റെ മകനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഞാൻ അറിഞ്ഞു. ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വിളിച്ചത്. വേദ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. വേദയ്ക്ക് എല്ലാം അറിയാം. ഇത് കേട്ടതോടുകൂടി തന്നെ ശങ്കരനാരായണൻ ആകെ ഞെട്ടിപ്പോയി. വാസവൻ തുടർന്നു, സാർ ഇതിനെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്? എൻ്റെ മകനെക്കുറിച്ച് സാറിന് എല്ലാം അറിയാമല്ലോ. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഈ വിവാഹം നടത്താൻ ഞാൻ തയ്യാറാണ് എന്ന് പറയാണ് വാസവൻ. ഇത് കേട്ടതോടുകൂടി തന്നെ ശങ്കരനാരായണൻ ആകങ്ങ് കലിപ്പ് കയറി നിൽക്കുകയാണ്. ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, എടോ നിനക്ക് നാണമില്ലടോ എന്നോടിത് ചോദിക്കാൻ? ഇനിയും ഈ കാര്യം പറഞ്ഞ് നീ എന്നെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടു കൂടി തന്നെ ശങ്കരനാരായണൻ ഫോൺ കട്ട് ചെയ്തു. ആ സമയത്തിന് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത്. അന്നേരം തന്നെ ശങ്കരൻ പറയുന്നുണ്ട്, ആ എം എൽ എ വാസവൻ ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു. ദീപ്തിയുടെയും അവൻ്റെ മകൻ്റെയും വിവാഹകാര്യം പറയാൻ.
അയാൾക്കതിന് സമ്മതമാണത്രേ. ഇത് കേട്ടപ്പോൾ തന്നെ ശ്രീകാന്ത് ചൂടായി. അച്ഛൻ അപ്പത്തിനെ മറുപടി കൊടുക്കാമായിരുന്നില്ലേ? എന്ത് ധൈര്യത്തിലാണ് അവൻ ഇങ്ങനെയൊക്കെ വിളിച്ചു ചോദിച്ചതെന്ന് ചോദിക്കാമായിരുന്നില്ലേ? അന്നേരം ശങ്കരനാരായണൻ പറയുന്നുണ്ട്, വേദക്കെല്ലാം അറിയാമത്രേ. അവൾ അവിടെ പോയി വരുണിനെയും അവൻ്റെ അമ്മയും കണ്ട് സംസാരിച്ചു എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. എന്നിട്ടും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ശങ്കരനാരായണൻ ആകെ സങ്കടമായി. അന്നേരം ശ്രീകാന്ത് ഒരു തീ കൊളുത്തുകയാണ്. അച്ഛാ, ഇതെല്ലാം ശരിക്കും ആ വിക്രമിൻ്റെ കളിയാണ്. വിക്രമാണ് അവരെ തമ്മിൽ അടുപ്പിച്ചത്. നമ്മുടെ കുടുംബത്തെ തകർക്കാനും നാണം കെടുത്താനും വേണ്ടി തന്നെയാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ശങ്കരനാരായണന്റെ മനസ്സിൽ വിഷം കുത്തി നിറക്കാണ് ശ്രീകാന്ത്. വേദയുടെ ജീവിതം ഏതായാലും അവൻ ഇങ്ങനെയൊക്കെ ആക്കി. ഇനി ദീപ്തിയുടെ ജീവിതം കൂടി തകർക്കുക എന്ന് മാത്രമാണ് ആ വിക്രമിന്റെ ലക്ഷ്യം. അവനും വാസവന്റെ മകനും കൂടി ചേർന്ന് നമ്മളെ കബളിപ്പിക്കുകയാണ്. അച്ഛൻ ഇനിയെങ്കിലും ഈ സത്യമൊക്കെ എന്ന് മനസ്സിലാക്കുകയെന്ന് പറയാണ് ശ്രീകാന്ത്. ഇത് കേട്ട് ശങ്കരനാരായണന് ഭയങ്കര കടുത്ത ദേഷ്യം തോന്നിപ്പോവാണ് വേദയോട്. ഇത്രയൊക്കെ നടന്നിട്ടും അവൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് തന്നെ അയാൾ കട്ടക്കലിപ്പിലായിരിക്കും. ഇതേ സമയം വിക്രമും വേദയും ഇരുന്ന് സംസാരിക്കാണ്. വിക്രം തമാശ രൂപേണ തന്നെ വേദയോട് ചോദിക്കുന്നുണ്ട്, ഈ ദീപ്തിയുടെയും വരുണിന്റെയും പ്രശ്നത്തിൽ വാസവൻ വീണ്ടും വന്ന് എന്നെ അങ്ങ് തല്ലിക്കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? എൻ്റെ വ്രതമൊന്നും തെറ്റിക്കണ്ടേ? അതോ അടി കൊണ്ട് ഞാൻ ഇങ്ങനെ വേദനിക്കുമെന്നാണോ നിന്റെ ആഗ്രഹം? ഇത് കേട്ടപ്പോൾ വേദ സ്നേഹത്തോടെ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കില്ല വിക്രം. ഞാനുള്ളപ്പോൾ നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. അങ്ങനെ ആ അടി നിങ്ങളുടെ ദേഹത്ത് കൊള്ളാതെ ഞാൻ നോക്കിക്കോളാമെന്നൊക്കെ പറയട്ടോ വേദ? വിക്രം അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നീ എന്ത് ചെയ്യും? അന്നേരം വേദ പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ടങ്ങ് പിടിക്കും. എന്നിട്ട് ഒരടി പോലും നിങ്ങളുടെ ദേഹത്ത് കൊള്ളാതെ ഞാൻ നിങ്ങളങ്ങ് ചേർത്ത് പിടിക്കും. ഇത് കേട്ടതോട് കൂടി തന്നെ വിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഓഹോ അങ്ങനെയാണോ? അങ്ങനെ ഓരോ നിമിഷവും അവർക്കിടയിലുള്ള ബന്ധം ആഴമേറിക്കൊണ്ടിരിക്കുകയാണ്. അവർ പരസ്പരം എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് അവരുടെ ആ ഒരു സീനിൽ കണ്ടാൽ തന്നെ വ്യക്തമാവും. ഇനി ഒരിക്കലും പിരിയാൻ കഴിയാത്ത വിധം, ആർക്കും ഒരിക്കലും പിരിക്കാൻ കഴിയാത്ത വിധം തന്നെ അവരുടെ മനസ്സുകൾ തമ്മിൽ ഒന്നാവുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശങ്കരനാരായണൻ വേദയെ ഫോൺ ചെയ്തു. അച്ഛനാണല്ലോ ഈ സമയത്ത്, എന്തിനായിരിക്കും വിളിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വേദ സന്തോഷത്തോടെ ഫോൺ അറ്റൻഡ് ചെയ്തു. വിക്രം തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. വേദ ചോദിച്ചു, എന്താ അച്ഛാ? അന്നേരം ശങ്കരൻ ഗൗരവത്തിലാണ് സംസാരിച്ചത്. എനിക്ക് നാളെ രാവിലെ തന്നെ നിന്നെ ഒന്ന് കാണണം, അത്യാവശ്യമാണ്. നാളെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ വന്നാൽ മതി. എന്താ കാര്യമെന്ന് വേദ ചോദിച്ചുവെങ്കിലും നാളെ കാണുമ്പോൾ പറയാമെന്നൊക്കെ പറഞ്ഞ് ശങ്കരൻ പെട്ടെന്ന് തന്നെ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്തു. വേദ വിക്രമിനോട് പറഞ്ഞു, അച്ഛൻ എന്തോ കാര്യം പറയാനുണ്ടെന്ന്. എന്തായിരിക്കും? ഒരു പക്ഷേ ഇനി ദീപ്തിയുടെയും വരുണിനെയും കുറിച്ചായിരിക്കുമോ? ഞാൻ എന്താണ് പറയേണ്ടത് വിക്രം? അന്നേരം വിക്രം പറയുന്നുണ്ട്, നീ അറിഞ്ഞ സത്യം അച്ഛനോട് തുറന്നു പറയണം. അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും വരുണിനെക്കുറിച്ചും അച്ഛനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് വിക്രം പറയുമ്പോൾ വേദ അതിന് സമ്മതിച്ചു. പിന്നീട് അങ്ങനെ അടുത്ത ദിവസം തന്നെ വേദ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട്. ശങ്കരൻ വളരെയധികം ദേഷ്യത്തിലായിരുന്നു അവിടെ നിൽക്കുന്നത്. വേദ ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ മുഖം എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? എന്തു പറ്റി? അന്നേരം ശങ്കരനാരായണൻ ദേഷ്യം കൊണ്ട് തന്നെ വേദയോട് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ഞാൻ നിന്നെ വിളിച്ചത് വിക്രമിനെ കുറിച്ച് പറയാനാണ്. ഇനിയെങ്കിലും അവനുമായിട്ടുള്ള ബന്ധം നീ അവസാനിപ്പിക്കാൻ നോക്ക്. എല്ലാത്തിനും പിന്നിൽ അവൻ ഒരൊറ്റ ഒരുത്തനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ വേദക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വേദ ആകെ വിഷമിച്ചു. ശങ്കരനാരായണൻ തുടർന്നു, ഇനി ദീപ്തിയുടെ ജീവിതം വെച്ച് അവൻ പന്താടാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ശങ്കരൻ ആരാണെന്ന് അവൻ അങ്ങ് അറിയും. അന്നേരം വേദ അത്ഭുതപ്പെട്ട് ചോദിച്ചു, അച്ഛൻ ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? വിക്രം എന്ത് തെറ്റാണ് ചെയ്തത്? അച്ഛൻ കാര്യങ്ങളൊന്നും മനസ്സിലാകാതെ ഓരോന്നും ഇങ്ങനെ പറയല്ലേ? പക്ഷേ ശങ്കരനാരായണൻ അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായില്ല. എനിക്ക് മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായി. അവനോട് പറഞ്ഞേക്ക് എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ നോക്കരുതെന്ന്. അവന് പിന്നെ ഞാൻ വെറുതെ വിടില്ല. ശ്രീകാന്ത് ചെയ്യുന്നത് പോലെയൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്, അതിനപ്പുറമായിരിക്കും. ഇത് പറയാനാണ് ഞാൻ നിന്നെ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് ശങ്കരനാരായണൻ ദേഷ്യത്തിൽ തന്നെ കാറിൽ കയറി അവിടെ നിന്നങ്ങ് പോവാൻ നോക്കുകയാണ്. അന്നേരം വേദ വിളിച്ചു പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ, പോവല്ലേ? പക്ഷേ വേദയുടെ വാക്ക് മൈൻഡ് പോലും ചെയ്യാൻ ശങ്കരനാരായണൻ റെഡിയായിരുന്നില്ല. വേദയെ മൈൻഡ് പോലും ചെയ്യാതെ ശങ്കരനാരായണൻ ദേഷ്യത്തോടെ അവിടെ നിന്നങ്ങ് കാറിൽ കയറി പോവാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വേദയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു തുളുമ്പി. തൻ്റെ പ്രിയപ്പെട്ടവനും തൻ്റെ കുടുംബവും തമ്മിലുള്ള ഈ അകൽച്ച എങ്ങനെ മാറ്റിയെടുക്കുമെന്നറിയാതെ അവൾ ആകെ തകർന്നു പോയി. എന്നാൽ വിക്രം ഇതറിഞ്ഞപ്പോൾ തളരുകയല്ല ചെയ്തത്. അവൻ വേദയുടെ അരികിൽ വന്ന് അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. വേദേ, നിന്റെ അച്ഛന് എന്നോട് ദേഷ്യം തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ സത്യം ഒരിക്കൽ പുറത്തു വരും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. വിക്രമിൻ്റെ ഈ വാക്കുകൾ അവൾക്ക് ചെറിയൊരു ആശ്വാസം നൽകി. പിന്നീടുള്ള ദിവസങ്ങളിൽ നാടകമായ നീക്കങ്ങളാണ് നടന്നത്. വാസവന്റെ മകൻ വരുൺ തൻ്റെ പ്രണയം സത്യമാണെന്ന് തെളിയിക്കാൻ ശങ്കരനാരായണന്റെ വീടിന് മുന്നിൽ ഉപവാസം ഇരിക്കാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ് ശ്രീകാന്ത് ഗുണ്ടകളുമായി വന്ന് വരുണിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെങ്കിലും വിക്രം കൃത്യസമയത്ത് അങ്ങോട്ടേക്ക് എത്തി അതിനെ തടഞ്ഞു. ശ്രീകാന്ത്, ഇത് കൈക്കരുത്ത് കാണിക്കേണ്ട ഇടമല്ല, രണ്ട് മനസ്സുകളുടെ ഇഷ്ടത്തിന്റെ കാര്യമാണ്. വിക്രമിന്റെ ഈ ഇടപെടൽ നാട്ടുകാരുടെ മുന്നിൽ ശങ്കരന്റെ കുടുംബത്തിന് വലിയൊരു നാണക്കേടുണ്ടാക്കി. അതിനിടെ തന്നെ വരുണും ദീപ്തിയും തമ്മിലുള്ള പ്രണയത്തിന് പിന്നിൽ വിക്രമിന്റെ സ്വാർത്ഥതയല്ല,
മറിച്ച് വരുണിൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റമാണ് എന്ന് പതുക്കെ തന്നെ ശങ്കരനാരായണൻ തിരിച്ചറിയാൻ തുടങ്ങി. വിക്രം രഹസ്യമായി വരുണിനെ ഒരു നല്ല ജോലിയിൽ തന്നെ പ്രവേശിപ്പിച്ചതും അവനെ മദ്യപാനത്തിൽ നിന്ന് മോചിപ്പിച്ചതും അറിഞ്ഞപ്പോൾ ശങ്കരൻ്റെ കടുപ്പം കുറഞ്ഞു. ഒരു വൈകുന്നേരം വിക്രമിനെ കാണാൻ ശങ്കരനാരായണൻ നേരിട്ട് തന്നെ ഓഫീസിലേക്കെത്തി. എനിക്ക് തെറ്റുപറ്റി വിക്രം. ശ്രീകാന്ത് പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ നിന്നെ സംശയിച്ചത്. നിന്റെ സ്നേഹം വേദയോട് മാത്രമല്ല ഈ കുടുംബത്തോടുമുണ്ടെന്ന് ഞാൻ വൈകിയാണ് അറിഞ്ഞത്. ശങ്കരൻ വിക്രമിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ആ നിമിഷം വേദയുടെയും വിക്രമിൻ്റെയും ജീവിതത്തിൽ വലിയൊരു കാർമേഘം തന്നെ ഒഴിഞ്ഞു പോവുകയായിരുന്നു. വാസവനും ശങ്കരനും പഴയ ശത്രുത മറന്നുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കൈക്കൊടുത്തു. അങ്ങനെ വരുണിൻ്റെയും ദീപ്തിയുടെയും വിവാഹം അതിഗംഭീരമായി തന്നെ നടത്താൻ അവർ രണ്ടുപേരും തീരുമാനിക്കുന്നുണ്ട്. വേദയുടെ മുഖത്ത് ആ പഠനത്തെ പഴയ ചിരിയെല്ലാം തന്നെ തിരിച്ചു വന്നു. തൻ്റെ വിക്രമിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഞാനുള്ളപ്പോൾ ഒരിക്കലും നിങ്ങളെ ആരും ചെയ്യില്ലെന്ന്. വിക്രം അവളെ നോക്കിക്കൊണ്ട് കണ്ണിറുക്കിക്കൊണ്ട് ചിരിച്ചു കാണിച്ചു. ആ സമയത്ത് തന്നെ ആ വീട് സന്തോഷപരമായ പവിത്രമായ മുഹൂർത്തങ്ങളിലേക്ക് സാക്ഷിയാകുകയായിരുന്നു. അങ്ങനെ ഇനി വരാൻ പോകുന്നത് നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.